നമസ്കാരം ബ്രോ. ഹലോ, എന്താ പേരെന്താ? എൻ്റെ പേര് സുനിൽകുമാർ. സുനിൽകുമാർ, അതെ. ഓക്കെ. എവിടെയാ വീട്? എവിടെയാ? ഞാൻ ശരിക്കും പ്രോപ്പറായിട്ട് വടകരയാണ്. അപ്പോൾ ഞാൻ ജോലി ആവശ്യാർത്ഥം ഇങ്ങോട്ടേക്ക് വന്നതാ. അത് ശരി. ഇപ്പൊ കോഴിക്കോടാണ് വർക്ക് ചെയ്യുന്നത്? അതെ, ഇപ്പോൾ കോഴിക്കോടാണ്. എന്താ വർക്ക്? ഇപ്പോൾ ഡെലിവറി സർവീസാണ്. പലതരം ഡെലിവറിയിലാണ് ഇപ്പോൾ ടാറ്റൻ്റെ ബിഗ് ബാസ്ക്കറ്റിൽ വർക്ക് ചെയ്യുന്നത്. ബിഗ് ബാസ്ക്കറ്റ് അല്ലേ? അപ്പം അത്യാവശ്യം നല്ല ഓട്ടം ഉണ്ടാവില്ല? ഒരു ദിവസം ഒരു 170-150 കിലോമീറ്റർ. 180 കിലോമീറ്റർ ഒരു ദിവസം? എല്ലാ ദിവസവും? എല്ലാ ദിവസവും. അടിപൊളി. അപ്പൊ നിങ്ങള് ഈ ഒരു വണ്ടി എടുക്കാനുള്ള കാരണം ഈ ഓട്ടത്തിന് വേണ്ടിയായിരിക്കും? അതെ അതെ. ഞാൻ മറ്റേ സാധാ വണ്ടിയാണ് എൻ്റെ അടുത്തുള്ളത്, പെട്രോളിന്. അപ്പോൾ ഒരു ദിവസം ഒരു 450-500 പെട്രോൾ ആയ സമയത്ത് ഏത് വണ്ടി എടുക്കണം എന്ന് ചിന്തിക്കുന്ന സമയത്ത് ഏതറും ഇതുമാണ് എൻ്റെ മുന്നിൽ വന്നത്. അപ്പോൾ ഏതറിന് കുറച്ച് കോസ്റ്റ്ലി ആണ് ആ സമയത്ത്. 1,75,000 അടവ് കഴിയുമ്പോൾ 2 ലക്ഷത്തിന് മേലെ പോകും. ഇതാവുമ്പോൾ 1,49,000 കിട്ടുകയും ചെയ്യും. അതുപോലെ 170 മൈലേജ് പറയുന്നുണ്ട്. ഇത് ഓലയുടെ ഏത് മോഡലാണ്? ജനറേഷൻ ഫസ്റ്റ് S1 Pro. S1 Pro ജനറേഷൻ 1. ഏത് വർഷം എടുത്തത് അത്? ഞാൻ 2023 ഫെബ്രുവരിയിലാണ് എനിക്കത് കിട്ടിയത്. ആണല്ലേ? ടോട്ടൽ എത്ര കിലോമീറ്റർ ഓടി? ഇപ്പോൾ ഒരു 1,27,000. 27,000? 1,27,000. അപ്പൊ നിങ്ങൾ പറഞ്ഞ് 500 രൂപയുടെ പെട്രോൾ അടിക്കലുണ്ടെന്ന്. അതെ. പക്ഷെ 500 രൂപയുടെ പെട്രോൾ എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര ലിറ്റർ ഒരു ദിവസം അടിക്കും? അപ്പൊ നിങ്ങള് ഒരു 5 ലിറ്റർ? 4 ലിറ്റർ. 5 ലിറ്റർ അല്ലേ? അപ്പോൾ 200 കിലോമീറ്റർ അങ്ങനെ തന്നെ ഓടണം. ഒരു 35-40 കിലോമീറ്റർ വെച്ച് നോക്കുകയാണെങ്കിൽ അപ്പോൾ അതിപ്പോൾ ഇതിൽ ഓടുമ്പോൾ നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ടാവില്ല അല്ലേ? അതിൻ്റെ ഒരു കാൽക്കുലേഷൻ ഏകദേശം നിങ്ങളുടെ കയ്യിലുണ്ടോ? ഏകദേശം ഒരു കാൽക്കുലേഷൻ ഉണ്ട്. എൻ്റെ കണക്ക് പ്രകാരം ഇതിൽ ഒരു എനിക്ക് ഇപ്പോൾ ഞാൻ എടുത്തത് 1,49,000 അതിൽ 15 രൂപ നമുക്ക് എന്താ പറയുക, നമ്മളെ ഇതുണ്ടല്ലോ ചാർജറിൻ്റെ റീഫണ്ട് ചെയ്ത് കിട്ടി. അപ്പോൾ ഒരു 1,30 സംതിങ്ങിനാണ് ഈ വണ്ടി എൻ്റെ കയ്യിൽ കിട്ടിയത്. ഓക്കെ. അപ്പോൾ ഞാൻ പിന്നെ 4 ലക്ഷം റുപ്യേൻ്റെ ഇതിൽ 4 ലക്ഷം എന്തായാലും ഉണ്ടാവും, സമ്പാദിച്ചിട്ടുണ്ടാവും ഈ വണ്ടി കൊണ്ട്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ചിലവ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു 30 രൂപ. ഈ 4 ലക്ഷം എന്ന് പറയുന്നത് ഇത്രയും കിലോമീറ്റർ ഓടാനുള്ള പെട്രോൾ? പെട്രോള്, അതുപോലെ നമുക്ക് ഓയിൽ, മറ്റേ വണ്ടി മെയിൻ്റെനൻസ് അടക്കമാണ് 4 ലക്ഷം റുപ്യ എനിക്ക് ഇതിൽ. ഓക്കെ, 4 ലക്ഷം നമുക്ക്. അതേ സ്ഥാനത്ത് നമ്മളിപ്പം 1,25,000 പറഞ്ഞേ. അതെ. അത്രയും കിലോമീറ്റർ ഓടാൻ നിങ്ങൾക്ക് ഒരു ഇലക്ട്രിസിറ്റിന്റെ ഒരു കണക്കുകൾ നോക്കിയായിരുന്നോ? അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ദിവസം നമുക്ക് 200 കിലോമീറ്റർ ഓടാൻ ഒരു 1.5 ചാർജ് ചെയ്യണം. അത് 27 രൂപയാണ് ചാർജ് പറഞ്ഞത്. ഒരു ഫുൾ ചാർജിന് 27 രൂപ. ഞാൻ വീട്ടിൽ കറണ്ട് ബില്ല് വരുന്ന സമയത്ത് നോക്കിയ സമയത്ത് നമുക്ക് 2 മാസം 1,600-1,700 രൂപ 2 മാസത്തേക്ക്. അപ്പോൾ പെട്രോൾ ആണെങ്കിൽ ഒരു മാസം 18,000 രൂപ എൻ്റെ കണക്ക് പ്രകാരം. ഞാൻ കറക്റ്റ് പെട്രോൾ നോക്കി വിടുന്ന ആളായിരുന്നു. അപ്പോൾ 18,000 രൂപ എനിക്ക് എൻ്റെ സാലറിന്ന് പോകുന്നുണ്ട്. അപ്പോൾ 36,000 രൂപയാണ് 2 മാസം. ഞാൻ അടയ്ക്കുന്നതിന് 1,600. 1,600 നിങ്ങൾ വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യുകയാണെങ്കിൽ? അതെ, വീട്ടിൽ നിന്ന്. പക്ഷേ നിങ്ങൾ പുറത്തുനിന്ന് ഒരുപാട് വർഷം ചാർജ് ചെയ്തിട്ടുണ്ടാവില്ലേ? ഇല്ല, പുറത്തുനിന്ന് ഞാൻ കമ്പനിയിലുള്ളത് കൊണ്ട് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് കുത്തും, അത്രേ ഉള്ളൂ. വീട്ടിൽ നിന്ന് അറിയാൻ തന്നെ 1,70 കമ്പനി പറഞ്ഞത് എനിക്ക് 1,60 കിട്ടിയിട്ടുണ്ട്. എക്കോ മോഡൽ 1,50 എന്തായാലും കിട്ടും. ഈ വണ്ടി വാങ്ങിയ സമയത്ത് കിട്ടിയ മൈലേജ് എത്രയായിരുന്നു? 1,60. ഞാൻ ആ സമയത്ത് സ്വിഗ്ഗിയിലാണ് വർക്ക് ചെയ്തത്. ആണ്. പക്ഷേ ഇപ്പം 1,25,000 കിലോമീറ്റർ ഓടിയതിനു ശേഷം 10 കിലോമീറ്ററേ കുറഞ്ഞിട്ടുള്ളൂ. അതെ, 10-15 കിലോമീറ്റർ അത്രേ കുറഞ്ഞിട്ടുള്ളൂ അല്ലേ? അതേപോലെ മോട്ടോറിന്റെ പെർഫോമൻസിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നിയിട്ടുണ്ടോ? കുറച്ച് പവർ കുറഞ്ഞ പോലെ തോന്നിയിട്ടുണ്ട്? പവർ കുറഞ്ഞ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം മോട്ടർ ഒന്ന് കത്തിപ്പോയി. ഇപ്പം അടുത്ത് എനിക്ക് 1,25,000 കിലോമീറ്റർ ആയാലോ മോട്ടർ കത്തിപ്പോയി. അപ്പോൾ അത് ഇവിടുന്ന് ഓൾട്ടിഫൈ. അതെ, ഓൾട്ടിഫൈ. എത്ര രൂപ ചെലവായി? എനിക്ക് മോട്ടർ മാത്രമല്ല അതിൻ്റെ എന്തെങ്കിലും വയറും കാര്യങ്ങളായിട്ട് ഒരു 12 രൂപ ചിലവായി. 12,000 രൂപ ചിലവായി. മോട്ടർ മൊത്തം മാറ്റി പിന്നെ അതിൻ്റെ വയറ്, കുറച്ച് സാധനങ്ങൾ ഒക്കെ. എന്താ കാരണം ഇത്രയും ഇതായതല്ലേ. ഓക്കെ. അപ്പോൾ ഒരു അത്രേ ആയിട്ടുള്ളൂ. ബാറ്ററിക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നായിരുന്നോ? ബാറ്ററിക്ക് ഒരു പ്രാവശ്യം ഇത് 60,000 കിലോമീറ്ററിൽ ബാറ്ററി ഡൗൺ ആയ സമയത്ത് ഒരു കമ്പനി തന്നെ മാറ്റി റീപ്ലേസ് ചെയ്ത് തന്നു മൊത്തം. വാറണ്ടി പീരീഡ് ഇതിന് പറയുന്നത് 3 വർഷം അൺലിമിറ്റഡ് വാറണ്ടിയാ ഇതെടുത്ത സമയത്ത്. അപ്പോൾ ടോട്ടൽ നിങ്ങൾക്ക് 1,20,000 കിലോമീറ്റർ ഓടിയപ്പോൾ എന്തൊക്കെ ചെലവ് വന്നു? ഈ ഇലക്ട്രിസിറ്റി അല്ലാണ്ടുള്ള അതൊന്നും മോട്ടറിന്റെ. പിന്നെ ബെൽറ്റ് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച പൊട്ടിയ. എത്ര പ്രാവശ്യം മാറ്റി? ബെൽറ്റ് ഒറ്റ പ്രാവശ്യം, ആകെ ഒരു പ്രാവശ്യം മാറ്റിയുള്ളൂ. ഓ, പിന്നെ എന്താ പറയുക, ബ്രേക്ക് പാഡ് എന്നൊക്കെ പറയുകയാണെങ്കിൽ കുറേ പ്രാവശ്യം. ബ്രേക്ക് പാഡ് ആദ്യത്തെ പ്രാവശ്യമൊക്കെ ഒരു കുറേ ദൂരം കിട്ടിയായിരുന്നു. പക്ഷെ പിന്നീട് അതൊരു 7,000, 8,000, 10,000 കിലോമീറ്ററിൽ ചേഞ്ച് ചെയ്തുകൊണ്ട് മാറ്റണം. അതേപോലെ ടയർ എത്ര പ്രാവശ്യം മാറ്റി? ഓരോ ടയറും എനിക്ക് 35,000 കിലോമീറ്ററിലാണ് ഞാൻ മാറ്റിക്കൊണ്ടിരുന്നത്. ഫ്രണ്ട് 80,000 കിലോമീറ്റർ കിട്ടി, ബാക്കിയെല്ലാം 35,000. 4 പ്രാവശ്യം മാറ്റിയിട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ മൊത്തത്തിൽ നിങ്ങൾ ഈ വണ്ടിൻ്റെ കാര്യത്തിൽ എങ്ങനെ ഹാപ്പിയാണോ? ഞാൻ ഹാപ്പിയാണ്. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ സർവീസ് സെൻ്ററിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് സർവീസ് നമുക്ക് മര്യാദയ്ക്ക് കിട്ടുന്നില്ല. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോയാൽ 2-3 ചിലപ്പോൾ ഒരാഴ്ച സാധനം ഇല്ല എന്ന് പറയുന്നൊരവസ്ഥ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവരെ ഈ സ്ഥാപനത്തിൽ ഞാൻ
ബന്ധപ്പെട്ടത്. പിന്നെ കുഴപ്പമുണ്ടായില്ല. ഈ വണ്ടി വല്ല ആക്സിഡന്റ് ആയിരുന്നോ? അതെ, കാരണം കുറെ പൊട്ടെല്ലാം കാണുന്നുണ്ടല്ലോ. ചെറുതായിട്ടൊന്ന് വീണിരുന്നു. ആണല്ലേ? ഇതൊക്കെ ഒന്ന് മാറ്റായിരുന്നില്ല ഞങ്ങൾക്ക് ഇവിടെ? അവർ ചെയ്തില്ലേ? ഓ, അവർ ചെയ്തരാന്ന് പറഞ്ഞു. ഞാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ചെറിയ മാറ്റി വെച്ചാണ്. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച മാറ്റണത്. വേറെ എന്തെങ്കിലും പ്രോബ്ലം? അതെ, ഇതിന്റെ സസ്പെൻഷന് ഒരു ഓയിൽ ലീക്ക് ആയ സമയത്താണ് ഇവരായിട്ട് ബന്ധപ്പെടുന്നത്. ഞാൻ കമ്പനിയിൽ നേരിട്ട് പോയ സമയത്ത് അവര് 10,500 രൂപയ്ക്ക് മൊത്തം മാറ്റണം എന്ന് പറഞ്ഞത്. അവർ നന്നാക്കി തരില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇങ്ങനെ ഒരാൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഇവിടെ ആയിരുന്നില്ല, ഇവർ ആദ്യം വേറൊരു സ്ഥലത്തായിരുന്നു. അപ്പോൾ ഇവര് എന്തോ ഒരു 1,800 എന്തോ ഒരു ചെറിയ, എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, എന്തായാലും 2,000-ൻ്റെ ഉള്ളിലുള്ള ഒരു ചിലവ് എനിക്ക് വന്നിട്ടുള്ളൂ 10,500 പറഞ്ഞ സമയത്ത്. അപ്പോൾ അതാണ് ആദ്യമായിട്ട് ഇവിടുന്ന് മാറ്റുന്നത്. പിന്നെ ഞാൻ ഇവിടെ സ്ഥിരമാക്കി. പക്ഷേ നന്നായിട്ട് ഓടുന്നുണ്ട്. അതെ അതെ, പിന്നെ അതിന് ഇതുവരെ ഇന്നേ വരെ കംപ്ലൈൻറ്റ് ഉണ്ടായിട്ടില്ല. ഓക്കെ ഓക്കെ. പിന്നെ ഇതിൻ്റെ ഒരു മാറ്റിൻ്റെ അടിയിൽ വരുന്ന ഒരു ക്വാളിറ്റി ഇഷ്യൂസിനെ പറ്റി എല്ലാവരും പറയാറുണ്ട്. അത് ഈ വണ്ടിക്കും എല്ലാ വണ്ടിക്കും ഉണ്ടെന്ന് തോന്നുന്നില്ല? താഴത്ത് ക്വാളിറ്റി കുറവായതിൻ്റെ. പക്ഷേ കാര്യമായിട്ട് വായിച്ചില്ല. ഇപ്പം അടുത്ത് മുതലാണ് ഇത് വായിച്ച് തുടങ്ങിയത്, ഇത് പൊട്ടി തുടങ്ങിയത്. ഓക്കെ ഓക്കെ. അത് നമുക്ക് മാറ്റാൻ പറ്റുമോ? ഓ, അത് മാറ്റാൻ പറ്റുന്നതാണ് അവർ പറഞ്ഞത്. ആണല്ലേ? ഇപ്പോൾ തൽക്കാലം പെട്ടെന്ന് മാറ്റേണ്ട കാര്യമൊന്നുമില്ല. ഇല്ല. വേറെ എവിടെയെങ്കിലും പൊട്ടുണ്ടോ? വേറെ ഇത് മാത്രമേ പൊട്ടുള്ളൂ. ഈ ബോഡി, ഈ പാർട്സ്. എനിക്ക് തോന്നുന്നു ബ്രോ, ഇപ്പം ഇതിപ്പോൾ ജനറേഷൻ 1 വണ്ടിയല്ലേ. അപ്പം ഞാൻ കുറേ ആൾക്കാരുടെ അടുത്ത് റിവ്യൂ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ജനറേഷൻ 1 വണ്ടി വാങ്ങിച്ച ആൾക്കാരൊക്കെ ഹാപ്പിയാണ്. ഇതിന് മുമ്പ് ഞാൻ 1,00,000-ന് മുകളിൽ കിലോമീറ്റർ ഓടിയ ഗദ്ദാമി എന്ന് പറഞ്ഞ ഒരാളുടെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിയാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് ഇതേപോലെ ഓടുന്നത്. അതേപോലെ വേറെ ആൾക്കാരുണ്ട്. പക്ഷേ ജനറേഷൻ 2, 3 വന്നപ്പോഴേക്കാണ് വണ്ടി ശരിക്കും പറയുകയാണെങ്കിൽ, അല്ലേ, നിങ്ങളുടെ അഭിപ്രായം എന്താ, മോശമായി തുടങ്ങിയത്? ഞാൻ ഫസ്റ്റിൽ ഞാൻ പറഞ്ഞില്ല, ബെൽറ്റ് പൊട്ടിയത് 1,25,000 കിലോമീറ്റർ ബെൽറ്റ് ആദ്യമായിട്ട് പൊട്ടുന്നത്. പക്ക ക്വാളിറ്റി. ഞാൻ കണ്ട അതിൻ്റെ കാഴ്ചപ്പാടെന്ന് വെച്ചാൽ ഇതിൽ അവർക്ക് ഒന്നും കിട്ടുന്നില്ല. കാരണം പാർട്സിലാണ് അവർക്ക് ഷോറൂമുകാർക്ക് പൈസ കിട്ടുന്നത്, നല്ല പൈസയാണ്. അപ്പോൾ ഇതിൽ അങ്ങനെ കാര്യമായിട്ടുള്ള ഒന്നും വരുന്നില്ല. ബ്രേക്ക് പേഡ് മാറ്റില്ല. ഞാൻ അങ്ങനെയാണ് കൂടുതലായിട്ടും അവിടെ നിന്ന് ചെയ്തത്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ജനറേഷൻ 2 അതിൻ്റെത് ഇപ്പം ബെൽറ്റ് 3 പ്രാവശ്യം പൊട്ടി. ഒരു 6 കിലോമീറ്റർ, 6,000 കിലോമീറ്റർ അല്ലെങ്കിൽ 2,000 കിലോമീറ്റർ അങ്ങനെ പൊട്ടുക, അതിൻ്റെ പുള്ളി പോവുക. എൻ്റെ ഇതുവരെ പുള്ളി ഇതുവരെ ഒന്നും സംഭവിച്ചില്ല. ബെൽറ്റ് മാത്രമാണ് ഇപ്പം 1,25,000 കിലോമീറ്റർ പൊട്ടിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് കുറച്ച് ക്വാളിറ്റി കുറച്ചിട്ടാണ് അവരുണ്ടാക്കിയെന്നൊരു സംശയം നമ്മുടെ സാധാരണക്കാർക്കിടയിൽ ഉണ്ട്. അതെ, ജനറേഷൻ 3. അപ്പോൾ ഇത് എന്തായാലും എൻ്റെ കാര്യത്തിൽ ഞാൻ സംതൃപ്തനാണ്. കാരണം എനിക്ക് ഇപ്പം അടുത്താണ്, ഇത്രയും ഓടിയതിനു ശേഷമാണ് ആദ്യമായിട്ട് മേജറായിട്ടുള്ളൊരു കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിൻ്റെ മോട്ടർ കത്തിപ്പോയൊരു വിഷയം. അത് ഇവർ ഇവിടുന്ന് ശരിയാക്കുന്നത്. ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഓല വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഞാൻ വാങ്ങിക്കട്ടെ എന്ന്. അപ്പോൾ ഞാൻ അവരോട് പറയാറ് ഇപ്പം എന്താ അറിയോ, ജനറേഷൻ 1 സെക്കൻഡ് ഹാൻഡ് നിങ്ങൾ വാങ്ങണം, മേടിച്ചോളൂ. ജനറേഷൻ 2, 3 വാങ്ങിക്കേണ്ടെന്നാണ് ഇപ്പം പറയാം. അത് മാത്രമല്ല, സർവീസ് സെൻ്ററിൽ പോയിട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വർക്കിന് വേണ്ടിയായി വണ്ടി എടുക്കുന്നത്. ഞാനെല്ലാം ദിവസം പോയില്ലെങ്കിൽ എൻ്റെ ജീവിതം പോകാം. അതുകൊണ്ടാണ് വടകരയിൽ നിന്ന് ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്നത്. അപ്പം അവരുടെ അടുത്ത് കൊണ്ട് അവരെന്താ പറയുന്നത് അറിയാം, പാർട്സ് ഇവിടെ ഇല്ല, എപ്പോൾ വരുന്നത് വെച്ചാൽ അതിന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എന്നറിയും. ഇവിടെ ആകുമ്പോൾ ആ പ്രശ്നമില്ല. എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ഇവിടെ കൊണ്ടു കൊടുത്താൽ ഒരു എവിടെന്നെങ്കിലും എന്തെങ്കിലും ആക്കി അത് ശരിയാക്കി, എൻ്റെ കാഴ്ചപ്പാട് എങ്ങനെയാണ്, അവർ പെട്ടെന്ന് ശരിയാക്കി തരും. അതുകൊണ്ട് ഞാൻ ടൗണിൽ നിന്നാണ് ഇവിടെ വന്ന് ശരിയാക്കുന്നത്. ഓക്കെ ബ്രോ, എന്തായാലും നിങ്ങളുടെ ജോലിയുടെ ഇടയ്ക്ക് നിങ്ങൾ വന്ന് ഇതൊക്കെ പറഞ്ഞാൽ ഒരുപാട് സന്തോഷം.